ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ആണ്. എന്താ പറയുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്. ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ കുറച്ച് യൂട്യൂബർ റിവ്യൂസ് ഞാൻ കാണുന്നു, അത് ആസ്വദിക്കുന്നു. അതിൽ കുറച്ച് പേരെ ഞാൻ കാണാറില്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിടത്തോളം ഈ യൂട്യൂബർ ഇപ്പോൾ അത് വേണമെങ്കിൽ എന്നെ അതായത് എങ്ങനെയാണെന്നറിയില്ല, അത് സപ്പോസ് എന്താ പറയുക, സത്യസന്ധമായിട്ടുള്ള റിവ്യൂവറാണ്. അതായത് ഒന്നോ രണ്ടോ പേര്. ഇപ്പോൾ ഈ അശ്വന്ത് ഗോക്ക് കറക്റ്റായിട്ടുള്ള റിവ്യൂ കൊടുക്കണത്. പക്ഷേ ഈ ഇന്നലെ തന്നെ ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു. അശ്വന്ത് കോക്ക് ഒരു ബ്രാൻഡാണല്ലോ, റിവ്യൂയുടെ ഒരു ബ്രാൻഡാണ് കോക്കിനെ കുറിച്ചല്ല പറയാൻ വേണ്ടിയല്ല വീഡിയോ ഇട്ടത്. അത് 1-2 പോയിന്റ് പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കോക്കിൻ്റെ ഒരു കൂലിയുടെ റിവ്യൂ എല്ലാവരും ഭയങ്കര വണ്ടറായിപ്പോയി. പക്ഷേ കോക്ക് എല്ലാ പടത്തിനും കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ട് കൂലിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് ആ സംബന്ധിച്ച് ചിലർ ഗമകം കളിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും കൂലി അത്ര എന്താ പറയുക, ഒരു ആവറേജ് സിനിമ. പക്ഷേ രജനീകാന്തിൻ്റെ ഇപ്പോൾ മുൻപിറങ്ങിയ പടങ്ങൾ ഒരു കൂതറ സിനിമകളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് പറയാം. അത് രജനീകാന്തിൻ്റെ ക്യാരക്ടർ ബെറ്ററാണ്. പിന്നെ എല്ലാവരും ലോകേഷ് എടുത്ത സിനിമ വെച്ചിട്ട് അതേപോലെ ആയിരിക്കും ഇത് വേറെ സാധനം ഇരിക്കും എന്ന് വിചാരിച്ച് പോയി കണ്ടുകൊണ്ടാണ് അങ്ങനെ വന്നത്. ലോകേഷിന് പകരം വേറെ ഡയറക്ടറാണെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. എനിക്ക് തോന്നി അങ്ങനെയാണ്. ലോകേഷിൻ്റെ ഇപ്പോൾ ഈ എടുത്തു വെച്ച സിനിമയിൽ ഏറ്റവും താഴ്ന്ന ഒരു സിനിമയായിട്ട് കൂലി എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ലോകേഷിന്, അതുണ്ടായില്ല. അതൊക്കെ ഓക്കെ, സമ്മതിച്ച്. പക്ഷേ ലോകേഷിന് പകരം വേറെ ഡയറക്ടറാണെങ്കിൽ അത് അത് ഈ കാണുന്നവർ സമ്മതിച്ചാണ്. പക്ഷെ അതാണ് ഒരു ഫാൾട്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് അശ്വന്ത് ഗോക്ക് പുള്ളിയുടെ ഒരു ഇഷ്ടമുണ്ട്. പുള്ളി ഇപ്പോൾ ചില നല്ല സിനിമകൾ, ഇപ്പോൾ ഈ പറഞ്ഞ എനിക്ക് പുള്ളിനെ ഏറ്റവും ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞാൽ ഭീഷ്മർ എന്ന സിനിമ, അത് മോശമായിട്ട് പറഞ്ഞു പുള്ളി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റിയായി, പുള്ളിക്ക് വരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതിവിടെ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് തന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലെ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു വെള്ളമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, മദ്യലഹരിയാന്നൊക്കെ പറയുന്നുണ്ട്. സംസാരം കേട്ടിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതും പുള്ളിയുടെ സ്വാതന്ത്ര്യമാണ്. അതിലും ആളുകൾ ഗമഗമ കളിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ലോകേഷ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ആ ഡയറക്ടറെ കുറിച്ച് വേറെ യൂട്യൂബറും പറഞ്ഞു, ലോകേഷ് ഒന്നുമല്ല, ഇവിടെ കുറേ പേരെ വിമർശിക്കുന്നു. ഇവർ തന്നെ പൊക്കി പറയും, ഇവരെന്നെ താഴ്ത്തി പറയും. അത് വേറെ കാര്യം. അതിനോട് എനിക്കൊരു യാതൊരു ഇതുമില്ല. അവരെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. എന്താണ് പേര് പറയാൻ ഉദ്ദേശിക്കണില്ല. പൊക്കും താത്തും അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമുണ്ട്. ഞാൻ അതിനെതിൽ പറഞ്ഞല്ല. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, അവർ എക്സ്പെക്റ്റ് ചെയ്ത കൂലി അവർ അത്രക്കും ഇതായി. അപ്പോൾ അതിനുള്ളൊരു വിഷമമുള്ളതുകൊണ്ടായിരിക്കും ഈ കൂലിക്ക് അവർ ഇഷ്ടപ്പെട്ടില്ലാത്ത കാര്യം ഓപ്പണായിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ലോകേഷിൻ്റെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഒരു താഴെയുള്ള സിനിമയാണ്. ഇത്രേ ഉള്ളൂ, അല്ലാണ്ട് പൊട്ടപ്പടമൊന്നുമല്ല അത്. പിന്നെ എന്തുകൊണ്ട് 2 നടന്മാരുണ്ട്, അവരെ ആവശ്യം ഉണ്ടായില്ല. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അമീർ ഖാൻ ഗമഗമയല്ല ഗായ്സ്.